എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. അപ്പോൾ നമ്മുടെ +2 മാത്തമാറ്റിക്സിൻ്റെ ഓണപരീക്ഷയുടെ സ്പെഷ്യൽ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ നോക്കി. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ തൊട്ടടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് രണ്ടും ഓണപരീക്ഷകൾക്കൊക്കെ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന പാറ്റേണിൽ പെടുന്ന 2 ചോദ്യങ്ങളാണ്. കറക്റ്റായിട്ട് ഈ ചുരുങ്ങിയ സമയം കൊണ്ടൊന്ന് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സ്കോർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കിയോ, അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/2. ഇതിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാനാണ് നമ്മുടെ ചോദ്യത്തിൽ അവർ ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 1-2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് കോസ് ഇൻവേഴ്സ് -x? കോസ് ഇൻവേഴ്സ് -x, കോസിനകത്ത് നെഗറ്റീവ് വന്നാൽ അത് പൈ മൈനസ് കോസ് ഇൻവേഴ്സ്, ആ നെഗറ്റീവ് അങ്ങോട്ട് ഒഴിവാക്കാം. കോസ് ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് x ആണ്. ഓക്കെ, ഇത് പഠിച്ചു വെക്കണം. അതേപോലെ ഉണ്ട് ഇവിടെ സൈൻ ഇൻവേഴ്സ് -x. സൈൻ ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞാൽ മൈനസ് നേരെ പുറത്തോട്ട് ഇറങ്ങത്തേ ഉള്ളൂ, മൈനസ് സൈൻ ഇൻവേഴ്സ് x എന്ന് വരും. സൈൻ ഇൻവേഴ്സ് -x എന്താണ്? മൈനസ് സൈൻ ഇൻവേഴ്സ് x. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ 2 ആപ്ലിക്കേഷൻ തന്നെ ഇവിടെ വരുന്നുണ്ടേ. നോക്കിക്കോ, ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് ഇനി കോസ് ഇൻവേഴ്സ് -x എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ അതെന്താവും? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സിന് പകരം 1/2. ഇനി നോക്കിക്കേ, സൈൻ ഇൻവേഴ്സ് -x എന്നുള്ള രൂപത്തിലാണ്. അത് മൈനസ് സൈൻ ഇൻവേഴ്സ് x എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ സ്റ്റെപ്പിലോട്ട് ചാടിയ കഥ ഇവിടെ കിട്ടിയല്ലോ. ഇനി എല്ലാം സുഗമമായിട്ട് 10ാം ക്ലാസ്സിലെ നോളജ് മാത്രം മതി. പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. ടാൻ ഏത് ആംഗിളാണ്? ഉത്തരം 1 വരുന്നത്. ടാൻ 45 ഡിഗ്രി ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 1 എത്രയാണ്? 45 ഡിഗ്രി അഥവാ π/4 റേഡിയൻസ് അല്ലേ? പ്ലസ് പൈ. കോസിന് ഏത് ആംഗിളാണ് 1/2 വരുന്നത്? കോസ് 60 ഡിഗ്രി ആണ് 1/2. ശരിയല്ലേ? കോസ് 60 ഡിഗ്രി. 60 ഡിഗ്രിയുടെ കറസ്പോണ്ടിങ് റേഡിയൻ മെഷർ എത്രയാണ്? π/3. ഓക്കെ ആണല്ലോ? മൈനസ് ഇനി സൈൻ ഏതാണെങ്കിലും 1/2 വരുന്നത്. സൈൻ 30 ഡിഗ്രിയാണ് 1/2. 30 ഡിഗ്രിയുടെ കറസ്പോണ്ടിങ് റേഡിയൻ മെഷർ എത്രയാണ്? 30 ഡിഗ്രിയുടെ കറസ്പോണ്ടിങ് റേഡിയൻ മെഷർ π/6 അല്ലെ? π/6. ഇത് സോൾവ് ചെയ്തെടുത്താൽ ആൻസറായി. അതിൻ്റെ ഈ നടുക്ക് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. π/4 ഇതൊന്ന് ക്രോസ് ചെയ്തേ. 3π മൈനസ് പൈ ഡിവൈഡഡ് ബൈ 3 മൈനസ് π/6. അപ്പോൾ എന്തോരും? π/4. 3πയിൽ നിന്ന് പൈ കുറച്ച് 2π/3 മൈനസ് π/6. സോ ദിസ് ഈസ് ഈക്വൽ ടു π/4. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ ഡിനോമിനേറ്റർ 3 ഉണ്ട്. അതും കൂടെ 6 ആക്കി കഴിഞ്ഞാൽ ഈ 6ഉം 6ഉം കോമൺ ഡിനോമിനേറ്റർ ആയി. ഇവിടെ 6 കൊണ്ടുവരാൻ ഞാൻ മുകളിലും താഴെയും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ 2πനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4π ആവും. 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 ആവും. മൈനസ് π/6. ക്ലിയർ ആണല്ലോ? നമ്മൾക്ക് ഇവിടെ ഡിനോമിനേറ്റർ 6 ആണ്. അത് കോമൺ ഡിനോമിനേറ്റർ ആയില്ലേ? അപ്പോൾ π/4 കോമൺ ഡിനോമിനേറ്റർ 6 ആണെങ്കിൽ മുകളിൽ 4π മൈനസ് പൈ. 4πയിൽ നിന്ന് പൈ കുറച്ചാൽ എന്താണ്? 3π. ശരിയാണല്ലോ? ഇനി ഇതാണ്ട് ഈ 3ഉം 6ഉം ക്യാൻസൽ ചെയ്യാം. താഴെ 2 വരും. ഇവിടെ 2 വന്നു. ഇവിടെ 4 കൊണ്ടുവരണം. നമുക്ക് 4 കൊണ്ടുവരാൻ മുകളിലും താഴെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ശരിയാണല്ലോ? അതായത് π/4 പ്ലസ് 2π/4 എന്ന് വരും. നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ കോമൺ ഡിനോമിനേറ്റർ 4 ആയി. 2πയും പൈയും കൂടെ കൂട്ടി 3π വരും മുകളിൽ. സോ 3π/4 ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഉത്തരം വരുന്നത് എന്താണ്? ഇത് സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസർ എന്താണ്? 3π/4 ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മസ്റ്റ് ആയിട്ട് നോക്കി വെക്കണം. പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ഓക്കെ, ഇനി വേണ്ട അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ടാൻ ഇൻവേഴ്സ് √3 മൈനസ് സീക്ക് ഇൻവേഴ്സ് -2. അപ്പോൾ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സാധനം സീക്ക് ഇൻവേഴ്സ് -x എന്താണെന്നുള്ളതാണ്. സീക്ക് ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞാൽ ഈ കോസിന്റെ റെസിപ്രോക്കലാണല്ലോ സീക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സീക്ക് ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞാൽ അത് പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് x ആണ്. പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് x ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ യൂസ് വരും. പിന്നെ യൂസ് വരുന്ന മറ്റൊരു സാധനം, സീക്കിലൊന്നും എല്ലാവരും ഫോർമുല ഈ 30, 60, 90, 45ൻ്റെ ഒന്നും ഉത്തരങ്ങൾ എല്ലാവരും സൈനും കോസിൻ്റെ ആനും മാത്രമേ സാധാരണ പഠിക്കാറുള്ളൂ. അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് സീക്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സീക്ക് കിട്ടുവാണെങ്കിൽ അത് നമുക്ക് സുപരിചിതമായിട്ടുള്ള കോസിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി?
സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് അതിന്റെ റെസിപ്രോക്കൽ 1/x ആയിരിക്കും. സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് എന്താണോ? കോസ് ഇൻവേഴ്സ് 1/x. ഇതൊക്കെ അറിഞ്ഞിരിക്കണേ. സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ഇൻവേഴ്സ് 1/x ആണ്. അപ്പൊ സീക്ക് വന്ന കോസിലോട്ട് മാറ്റിയിട്ട് പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, ഇനി വേണ്ടേ നോക്കിക്കേ. ടാൻ ഇൻവേഴ്സ് √3 മൈനസ്, ഇവിടെ ഒരു ബ്രാക്കറ്റിന്റെ കാര്യം മറന്നു പോരുത്. കാരണം സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ഒരു മൈനസിന് ശേഷം 2 ടേംസ് വരാൻ പോവാണ്. മസ്റ്റായിട്ടും അവിടെ എന്ത് ഉപയോഗിച്ചിരിക്കണം? ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ടിരിക്കണം. ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ തെറ്റും. ഓക്കെ, ശ്രദ്ധിക്കണേ. എപ്പോഴും ഓർക്കുക, മൈനസിന് ശേഷം ഒന്നിലധികം ടേംസ് വരുമ്പോൾ ബ്രാക്കറ്റ് ഈസ് മസ്റ്റ്. ഓക്കെ, സോ മൈനസിന് ശേഷം എന്താണ്ട് 2 പേര് വരാൻ പോവാ. സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സിന്റെ പ്ലേസിൽ ഇവിടെ 2 ആണ്. ഇനി ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് പറഞ്ഞേ. ടാൻ ഇൻവേഴ്സ് √3 മൈനസ് പൈ മൈനസ് ഓഫ് മൈനസ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് 2. ഇനി സീക്ക് ഇൻവേഴ്സ് 2നെ നമുക്ക് പരിചയമുള്ള കോസിലേക്ക് മാറ്റണമെങ്കിൽ ആ 2 റെസിപ്രോക്കൽ എടുത്ത് 1/2 ആക്കിയാൽ മതി. ശരിയാണല്ലോ? അപ്പോൾ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് √3 മൈനസ് പൈ പ്ലസ് കോസ് ഇൻവേഴ്സ് 1/2 അല്ലെ? കോസ് ഇൻവേഴ്സ് 1/2. ഇനി നമ്മൾ നോക്കിയേ, ടാൻ ഏത് ആംഗിൾ ആണ് √3 വരുന്നത്? ടാൻ ഏത് ആംഗിൾ ആണ് √3 വരുന്നത്? ടാൻ 60 ഡിഗ്രി ആണ് അല്ലെ? ടാൻ 60 ഡിഗ്രി ആണ് √3. അപ്പൊ 60 ഡിഗ്രിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൻ മെഷർ π/3 മൈനസ് പൈ. ഇനി കോസിന് ഏത് ആംഗിൾ ആണ് 1/2 വരുന്നത്? കോസും 60 ഡിഗ്രി തന്നെയാണ് 1/2 വരുന്നത്. കോസ് 60 ആണ് 1/2. 60 ഡിഗ്രിയുടെ കറസ്പോണ്ടിങ് റേഡിയൻ മെഷർ എന്താണ്? π/3. ഓക്കെ, ഈ π/3യും π/3യോടെ കൂട്ടി 2π/3 ആവും മൈനസ് പൈ. ഇനി ഇത് ക്രോസ് ചെയ്തേ ബൈ 1 കൊടുത്തോണ്ട് 2π മൈനസ് 3π ഡിവൈഡഡ് ബൈ 3. 2πയിൽ നിന്ന് 3π കുറച്ച് മൈനസ് പൈ ഡിവൈഡഡ് ബൈ 3 ആണ് ആൻസർ വരിക അല്ലെ? മൈനസ് പൈ ഡിവൈഡഡ് ബൈ 3. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി മൈനസ് പൈ ഡിവൈഡഡ് ബൈ 3 ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ 2 ചോദ്യങ്ങളും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇത് രണ്ടും ഓണപരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളുടെ പട്ടികയിൽ പെടുന്നതാണ്. ഓക്കെ, സോ ഇതേപോലെ ഉപകാരപ്രദമായ ഷോർട്ട് വീഡിയോസുമായിട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സി.